നോമ്പ് തുറക്കുന്ന സമയത്തെ ദാ ഇതുപോലെ ഒരു ഗ്ലാസ് കക്കരി ജ്യൂസ് കിട്ടിയ ആർക്കായിക്കാറ് ഇഷ്ടമല്ലാതെ ഒറ്റ അടിക്ക് വലിച്ചു കുടിക്കൂലേ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കക്കരിക്ക കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഈ ഒരു ജ്യൂസിൽ ഇന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് മക്കളെ. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ കക്കരിക്ക വാങ്ങുമ്പോഴേ നല്ല മൂത്ത് ചെണ്ടായ കക്കരിക്കല്ല, ഇളയ കക്കരിക്ക നോക്കി തന്നെ വാങ്ങുക. ഇതിൻ്റെ കളറ് പുറമെ മഞ്ഞ കളറായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വാങ്ങരുത് കേട്ടോ. അതിൻ്റെ ആ മൂപ്പ് കാരണം ആ കക്കരിക്ക് കൈപ്പരസം വരും, അതിൻ്റെ കുരുവൊക്കെ ആകെ മൂത്ത് കൊളായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ടേസ്റ്റും കുറയും. അപ്പോൾ ഞാനൊരു പീലറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പുറമേ ഉള്ള തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ്. ഞാനിന്നിവിടെ 1 കിലോ കക്കരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏകദേശം അരമണിക്കൂർ മുന്നേ ഇത് റെഡിയാക്കി വെച്ചാൽ മതി. നമുക്ക് ആ ഒരു ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെയാണല്ലോ, ഈ ഒരു പെരും ചൂടത്ത് ഒരൊറ്റയടിക്ക് വലിച്ചു കുടിക്കും നമ്മൾ ഈ ജ്യൂസ് ഇട്ടോ. അത്രയും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ശരീരത്തിനും കക്കരി ഒരുപാട് നല്ലതാണ്. ഷുഗർ പേഷ്യൻസ് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇതേ രൂപത്തിൽ തന്നെ കക്കരിക്ക കൊണ്ട് ജ്യൂസ് എടുക്കുക. അവർക്കറിയാലോ ഈ ഒരു കഴുത്തിൽ കൊല്ലിയിൽ വെള്ളം പറ്റുക എന്നൊക്കെ പറയും. നമ്മുടെ മലപ്പുറം ഭാഷയിൽ വെള്ളം വറ്റുക, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുക, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ അത് കുടിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിനുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാനിതാ കക്കരിക്കയുടെ ആ ഒരു തലഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പിറകിലുള്ള ആ ഒരു വാലൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ആ 2 സൈഡും എപ്പോഴും ഒരു കൈപ്പരസമാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഇത് കൂടെ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മളെ ജ്യൂസിന് കൈപ്പരസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളയ കക്കരിക്ക നോക്കി വാങ്ങിയിട്ട് പീലറൊക്കെ ഉപയോഗിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മൂത്ത കക്കരിയാണെങ്കിൽ ഇതിൻ്റെ കുരു നമുക്ക് ജ്യൂസ് അടിക്കാനൊന്നും പറ്റില്ല. അത് ആ ജ്യൂസിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാതെ ഒരു കൈപ്പരസമൊക്കെ വന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ 1 കിലോ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നോമ്പറക്കാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കുന്നുണ്ട്, അതിൻ്റെ അടി പത്തിരി ചുടുന്നുണ്ട്, കറി എല്ലാം കൂടി ഒരുമിച്ചുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് പെട്ടെന്ന് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ തണുപ്പാവില്ല നോമ്പ് തുറക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ ആദ്യം ജ്യൂസ് അടിച്ച് വെക്കുക, അതിൻ്റെ അടി പത്തിരി പണിയും എല്ലാ പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കക്കരിക്ക എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറൊന്നെടുക്കാം. ഇപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ ഉപയോഗിക്കണം ആ വലിയ ജാർ തന്നെ എടുത്തോളൂ കേട്ടോ. എന്നാലേ നമുക്കിതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് ഇങ്ങനെ അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഏകദേശം 1 കിലോ കക്കരി ഉണ്ടല്ലോ. അപ്പോൾ ഒരു കക്കരിയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിനയിലയാണ് കേട്ടോ. പുതിനയില വാങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് ഇല തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വേണ്ട. ഇതിൻ്റെ ഒരു കുറഞ്ഞൊരു ടേസ്റ്റ് ഈ ഒരു കക്കരി ജ്യൂസൊക്കെ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പുതിനേൻ്റെ ഇല ചേർക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ ഞാൻ പാല് തിളപ്പിച്ച് അറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും, നല്ല തിക്നെസ്സും നല്ല ഷേക്ക് പോലെ നമുക്ക് ജ്യൂസ് കിട്ടും. ചെയ്യാത്തവരുണ്ടെങ്കിൽ പാലൊക്കെ ഇതുപോലെ തിളപ്പിച്ചാറിയതിന് ശേഷം ഇതുപോലെ ഐസ് കട്ടയാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം, ഒരുപാട് പുതിനേൻ്റെ ഇല ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഞാൻ കണ്ടല്ലോ ഒരു പിടി തയ്ച്ചില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ നല്ലൊരു ടേസ്റ്റ്, ഒരു അടാർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു ജ്യൂസാണല്ലേ നമുക്ക് ആവശ്യം. ഒരുപാട് തിക്നെസ് കൂടിയതൊന്നും നമുക്ക് അങ്ങോട്ട് കുടിക്കാനും കഴിയില്ല. അതെത്ര കുടിച്ചാലും ദാഹവും തീരൂല. ഇതുപോലെ നല്ലൊരു ഫ്രഷ് ജ്യൂസ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട മക്കളെ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊണ്ടിട്ടുണ്ട്. ഇനി അരിപ്പിയിലിട്ട് അരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫൈനായിട്ട് ഒരു തണ്ട് ഇല നുള്ളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ട് തന്നെ ഞാൻ പഞ്ചസാരയും പാലും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അഡാർ ലുക്കിലുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുപ്പിന് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇവിടെ നമുക്ക് അതിനൊന്നുള്ള സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട്, അത് ഗ്യാസിലുണ്ട്, അതുപോലെ പത്തിരി വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത്.
അപ്പോൾ പിന്നെ ഇനി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചെടുക്കുക. ഏതായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ, കക്കരിക്ക് വലിയൊരു വിലയൊന്നുമില്ലല്ലോ, ഏകദേശം 27 രൂപയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു കിലോ കക്കരിയും കുറച്ച് പുതിൻ്റെലയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഒരു ഫ്രഷ് ജ്യൂസ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു ജ്യൂസ് ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നല്ലവണ്ണം തണുപ്പിച്ചിട്ട് തന്നെ ഇത് കുടിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ആ ഗുണവും ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക. കക്കരി ഷുഗർ പേഷ്യൻസിനും പ്രഷറുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെരും ചൂടത്ത്, അതുപോലെ ഈ ഒരു നോമ്പും കാലത്തൊക്കെ നമ്മളെ ശരീരത്തിനെ തണുപ്പിക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ദാഹം, ഭയങ്കര കൊല്ലിയിൽ ഇങ്ങനെ വെള്ളം വറ്റുക, അങ്ങനെ പോലെ ഭയങ്കര ദാഹം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമ്മുടെ കക്കരി നമ്മളെ സഹായിക്കും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാമൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിർബന്ധമില്ല കേട്ടോ, കാണാനുള്ളൊരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ദാ ഇത് കിട്ടിയാൽ ഒറ്റയടിക്ക് വലിച്ചു കുടിക്കും. അപ്പോൾ ഇവിടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടില്ല, ആവണേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേറെയും പരിപാടികളൊക്കെ നടക്കണമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ജ്യൂസ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് തന്നെ ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കണം. അപ്പോഴിതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് പുതിൻ്റെ ഇല ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറ്റി മറിക്കരുത് കേട്ടോ. ഒരു ചെറിയ രീതിയിൽ ആ ഒരു പുതിനേൻ്റെ ഇലൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഒരു കക്കരി ജ്യൂസ് നല്ല തണുപ്പും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ കിട്ടും. അപ്പോൾ എന്നും ഡെയിലി നമുക്ക് ജ്യൂസ് വേണമല്ലോ അല്ലേ. അപ്പോൾ ജ്യൂസിന് നാളെ പറ്റുന്നുള്ളവർ ഇതുപോലെ ഒരു കക്കരി ജ്യൂസൊക്കെ അടിച്ചിട്ട് ഒന്ന് പറയട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കക്കരി ജ്യൂസിൻ്റെ വീഡിയോ. അപ്പോൾ എനിക്ക് ഇനിയും കുറച്ചുകൂടി പണിയൊക്കെ ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. പത്തിരി പണി തന്നെയാണ്, കുറച്ച് പത്തിരി ഇന്ന് ഞാൻ ഉണ്ടാക്കണുള്ളൂ. വേറെ ഒന്നും ഈ ഒരു ചൂടായതുകൊണ്ട് തന്നെ കുറേ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ജ്യൂസും പിന്നെ നമുക്കൊരു 2-3 പത്തിരിയും കറിയും പിന്നെ എന്തെങ്കിലും പൊരിക്കടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതിയാവും. ഒരുപാട് അങ്ങ് വലിച്ചു വാരി ആർക്കും കഴിക്കാൻ വയ്യ. ഒന്നാമത് ചൂടാണ്, രണ്ടാമത് വെള്ളം കുടിച്ചാൽ പിന്നെ ആർക്കും ഒന്നും വേണ്ട, അങ്ങനെയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഏതായാലും പത്തിരി ചുടുന്ന പരിപാടി ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. പത്തിരിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഏകദേശം 2-3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഈസി ആയിട്ടുള്ള മെത്തേഡുകളാണ്. ഒരു 2-3 വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് കുഴക്കാനും അതുപോലെ പരത്താനൊന്നും കഴിയാത്ത ആൾക്കാർക്കുള്ള ഈസി മെത്തേഡുകളൊക്കെ നോക്കട്ടോ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഞാനിപ്പോൾ ഏതായാലും ബാക്കിയുള്ള പത്തിരിയും കൂടെയൊക്കെ പരത്തി വേഗം ചുടട്ടെ. ആവണത് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മുടെ കക്കരി ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.